കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ മഹാഭാരത തർജ്ജമ പുറത്തു വന്നപ്പോൾ അതിന് അന്നത്തെ പണ്ഡിത കേസരികൾ വിളിച്ചത് കുഞ്ഞുകുട്ടൻ്റെ ചെട്ടിപ്പായസം എന്നാണ്. അതിനെ പരിഹസിച്ചുകൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിച്ച ഒരു ഉദീരണം, അടക്കാത്തുണ്ട മുണ്ടൻ്റെ വായിൽ എങ്ങോട്ട് തുപ്പണം, എങ്ങോട്ട് തുപ്പിയാലും വിരോധമില്ല ധനഞ്ജയ. ആ മാതിരി ശുഷ്കഖണ്ഡങ്ങൾ നിറഞ്ഞ, കവിത ഒട്ടുമില്ലാത്ത, പിൽക്കാലത്തേക്ക് നിലനിൽക്കാത്ത, ആരും ഇനി വായിക്കാൻ പോകാത്ത, ഒറ്റ വായന കൊണ്ട് മറന്നു പോകുന്ന, ആ നിമിഷത്തിലോ ആ കാലത്തിലോ മാത്രം നിലനിന്ന് പിന്നീട് ഇല്ലാതായി പോകുന്ന ഒരു പൂ പോലെ വാടിപ്പോകും ആ കൃതി എന്ന് വിചാരിച്ച ആളുകളുടെ മുമ്പിലാണ് നാം വീണ്ടും വീണ്ടും 3 കൊല്ലം കൊണ്ട് തനിച്ച് മൂവാണ്ടിട കൊണ്ട് എന്ന് വള്ളം തുറന്നു നാം ആ വലിയ മനുഷ്യൻ്റെ ഉദ്യോഗം പേർത്തും ഓർമ്മിക്കുന്നത്. കുഞ്ഞുകുട്ടൻ തമ്പുരാൻ മരിച്ച വർഷം തന്നെയാണ് 1913 മലയാളത്തിൽ മഹാഭാരതത്തെ ഗൗരവതരമായി വിലയിരുത്തുന്ന ഒരാദികിരണം എന്ന നിലയിൽ കുന്നത്ത് ജനാർദ്ദന മേനോൻ്റെ മഹാഭാരത കഥ ഒരു നിരൂപണം വരുന്നത്. അന്ന് മലയാളത്തിൽ മഹാഭാരത നിരൂപണങ്ങൾക്ക് എത്ര പൂർവ്വ മാതൃകകൾ ഉണ്ടായിരുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കുന്നത്ത് ജനാർദ്ദന മേനോൻ മഹാഭാരതത്തെ സംഗ്രഹിച്ച് എഴുതിയ ഒരാൾ കൂടിയാണ്. കഥാപാത്രങ്ങളിലൂടെ മഹാഭാരതത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വഴി. അങ്ങനെ എത്തിച്ചേരുമ്പോൾ നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞ ഈ ഗുഹാന്തരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ധർമ്മം എന്ന പഴയ സങ്കല്പം, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ എന്ന ആ പഴയ സങ്കല്പത്തിലേക്ക് അദ്ദേഹവും എത്തിച്ചേരുന്നു. പിന്നീട് തൊട്ടുപോകുന്ന മാരാരും ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള യുദ്ധമായി മഹാഭാരതത്തെ വായിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ അതിർവരമ്പുകൾ എവിടെയാണ് അലിഞ്ഞ് ഇല്ലാതായി പോകുന്നത് എന്നറിയാതെ അത്ഭുത പരതന്ത്രനായി നിൽക്കുകയും ചെയ്യുന്നു. മഹാഭാരതത്തിലേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ കീറായി എനിക്ക് തോന്നിയത് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകാംശമാണ്. അതിങ്ങനെയാണ്: അശാന്തസ്യ സുഖം, അശാന്തസ്യ സുഖം. കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ തർജ്ജമ ഇങ്ങനെയാണ്: അശാന്തൻ എവിടെ സുഖം. അതിലപ്പുറത്ത് അത് തർജ്ജമ ചെയ്യാൻ പറ്റില്ല. മലയാള ഭാഷ തർജ്ജമയോട് 100% നീതി കാണിക്കുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നാണ്. അശാന്തസ്യ സുഖം എന്നുള്ളതിനെ അശാന്തൻ എവിടെ സുഖം എന്ന് തമ്പുരാൻ തർജ്ജമ ചെയ്യുന്നു. സുഖം, അസുഖം. സുഖം എന്നുള്ള വാക്കിന് എളുപ്പത്തിൽ മറികടക്കാവുന്നത് എന്നാണ് സംസ്കൃതത്തിലെ ധാത്വർത്ഥം. ഈസി ടു ഓവർകം. നിങ്ങൾക്കൊരു നിമിഷത്തെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സുഖികളാണ്. നിങ്ങൾക്കതിനെ എളുപ്പത്തിൽ മറികടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ദുഃഖമാണ്. സുഖദുഃഖങ്ങൾ തമ്മിലുള്ള വേർതിരിവ് എവിടെയാണ് എന്ന് അന്വേഷിക്കുന്നതാണ് വാസ്തവത്തിൽ ഇതിഹാസത്തിൻ്റെ കർമ്മമേഖലയിൽ ഒരുപാട് ഉദ്യോഗം പ്രദാനം ചെയ്യുന്ന ഒരിടം. ശാന്തിപർവത്തിൽ വായിക്കാം: സുഖത്തിനപ്പുറം ദുഃഖം. തമ്പുരാന്റെ തർജ്ജമയാണ്. സുഖത്തിനപ്പുറം ദുഃഖം, ദുഃഖത്തിനപ്പുറം സുഖം. എപ്പോഴും ദുഃഖമുണ്ടാകില്ല, എപ്പോഴും സുഖം. ഒന്ന് അവസാനിച്ച് മറ്റൊന്നിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ദൂരത്തെ ഈ കഥാപാത്രങ്ങൾ എങ്ങനെയാണ് താണ്ടിയത് എന്നാണ് ഇതിഹാസകാരൻ പരിശോധിച്ചത്. ആ പരിശോധനയെ 3 ഘട്ടങ്ങളായി തിരിക്കുന്നു എന്നതാണ് കെ സി നാരായണ മാഷിൻ്റെ ഈ പഠനത്തിൻ്റെ ഒരു പ്രത്യേകത. ഇതിഹാസത്തിൽ വ്യാസന്റെ മൗനത്തെയാണ് മാരാർ അന്വേഷിച്ചതെങ്കിൽ കെ സി ഇതിഹാസകാരനെ, വ്യാസനെ, അതിൻ്റെ കഥാകൃത്തിനെ ഒരു ഫിക്ഷൻ എഴുത്തുകാരനായി കാണുകയും അദ്ദേഹം താൻ തന്നെ കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുകയും താൻ തന്നെ ബീജാവാപം ചെയ്യുകയും ചെയ്ത ഒരു കഥാസന്ദർഭത്തിനകത്ത് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറുന്നത് എന്നും അദ്ദേഹം ആരുടെ പക്ഷത്താണ് എന്നും അദ്ദേഹം അതിനെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നും അന്വേഷിച്ചുകൊണ്ട് ഈ കഥയുടെ അടരുകളെ ഭാഷയുമായി സാദൃശ്യപ്പെടുത്തുകയും ഏതെങ്കിലും ഒരു വലിയ കെട്ടിടം തകർന്ന് പിൽക്കാലത്ത് നാം മണ്ണ് കുഴിച്ച് ആ കെട്ടിടത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുന്നത് പോലെ മഹാഭാരതം ഉൾപ്പെടെയുള്ള വലിയ കഥനങ്ങളുടെ, ഏത് ഇതിഹാസത്തിൻ്റെയും ഈ കഥന സമ്പ്രദായത്തെ പുറത്തെടുക്കാൻ കഴിയുകയില്ല എന്ന് പ്രസ്താവിച്ചുകൊണ്ട്
ഏറ്റവും ചുരുങ്ങിയത് 3 ഘട്ടങ്ങളിലായി പടർന്ന് കിടന്ന ഒരു വലിയ സങ്കല്പ ഭൂമികയാണ് മഹാഭാരതത്തിൻ്റെ ആഖ്യാനത്തിനകത്തുള്ളത് എന്ന് കേസി നിരീക്ഷിക്കുന്നു. അതിലാദ്യത്തേത് ബ്രാഹ്മണ കോയ്മ നിലനിന്ന ഒരു കാലമാണ്. ശൂദ്രൻ സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലും ബ്രാഹ്മണൻ സമൂഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന തട്ടിലും നിന്നുകൊണ്ട് പരസ്പരം കാണുകയോ കാണാതിരിക്കുകയോ ചെയ്ത് പരസ്പരം കൂടിക്കലർന്നോ കലരാതെയോ ഇരുന്ന് വർണ്ണാശ്രമധർമ്മത്തിൻ്റെ തിട്ടൂരങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ ജീവിച്ചൊരു കാലത്തിൻ്റെ രേഖകൾ, ട്രേസുകൾ മഹാഭാരതത്തിൽ കാണാം എന്ന് അദ്ദേഹം എഴുതുന്നു. ഇതേ മഹാഭാരതത്തിൽ തന്നെ ഈ വർണ്ണാശ്രമധർമ്മത്തിന് ശേഷം വരുന്ന ബുദ്ധ, ജൈന, ചാർവാക ദർശനങ്ങളുടെ കലർപ്പ്, പകർത്തിയെഴുത്ത്, തിരുത്തിയെഴുത്ത് ഉണ്ട് എന്നും ആദ്യം എഴുതിയ കാലമല്ല പിന്നീട് ഒരു കഥാപാത്രത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയിൽ ബുദ്ധ, ജൈന, ചാർവാക ദർശനങ്ങളുടെ മഷിക്കൂട്ടുകൊണ്ട് ഉപയോഗിച്ച് വരുത്തിയ മാറ്റങ്ങൾ എന്നും കേസി നിരീക്ഷിക്കുന്നു. മഹാഭാരതം വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ബ്രാഹ്മണ മതത്തിൻ്റെ തിരിച്ചുവരവും ബുദ്ധ, ജൈന, ചാർവാക ദർശനങ്ങളുടെ കണ്ടെത്തലുകൾക്ക് മേലെ ബ്രാഹ്മണ മതം വീണ്ടും ഇടപെടുന്നതും, അങ്ങനെ കഥാപാത്രങ്ങളുടെ രേഖാചിത്രണത്തിനകത്ത് 3 ഇടങ്ങളിലായി 3 സംസ്കാരങ്ങൾ, 3 നോട്ടപ്പാടുകൾ, 3 വ്യത്യസ്തമായ ആഖ്യാന സമ്പ്രദായങ്ങൾ കൂടിക്കലരുന്നു എന്നുമാണ് കേസിയുടെ പ്രധാന നിഗമനം. അതുകൊണ്ട് മഹാഭാരതത്തിലെ ഒരു കഥാപാത്രവും ആദ്യന്തം അയാളല്ല. മഹാഭാരതത്തിലെ ഒരു സന്ദർഭവും ആദ്യന്തം അയാളല്ല. ഇത് നേരത്തെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ മാരാര് പലപാട് പറയാൻ ശ്രമിച്ച ഒന്നാണ്. ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ ധർമ്മത്തിൻ്റെ തത്വം ഇരുളടഞ്ഞ ഏതോ അന്തരാളത്തിലാണ് എന്നെഴുതിക്കൊണ്ട് എന്ന മഹാഭാരതത്തിലെ ശ്ലോകത്തെ പിൻപറ്റിക്കൊണ്ട് മാരാർ ആ വഴിക്ക് വളരെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്നും നിശ്ചിതമല്ല എന്നും പിൽക്കാലത്തെ വായനക്കാരാൽ പൂരിപ്പിക്കപ്പെടേണ്ട ഒന്നാണ് ഏത് പാഠവും എന്നും മഹാഭാരതത്തിൻ്റെ വായന നമ്മെ ഓർമ്മപ്പെടുത്തും. അത്ഭുതം തോന്നും. മഹാഭാരതത്തിൽ ഒരിടത്ത് ശാന്തിപർവത്തിൽ ഗുഹ്യം ബ്രഹ്മതദിതം വോ ബ്രവീമി എന്ന് തുടങ്ങുന്നൊരു ശ്ലോകമുണ്ട്. ബ്രഹ്മത്തിൻ്റെ തത്വം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ്. അത്ര എളുപ്പത്തിൽ ബ്രഹ്മത്തിൻ്റെ തത്വം ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം അത് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിലനിന്ന ഒന്നാണ്, നിങ്ങൾ മരിച്ചതിന് ശേഷവും നിലനിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരുടെ നോട്ടത്തിൽ അത് ഇല്ലാത്ത ഒന്നാണ്. നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിലനിൽക്കുന്ന ഒന്ന് നിങ്ങളെ സംബന്ധിച്ചില്ലാത്ത ഒന്നാണ്. നിങ്ങൾ മരിച്ചതിന് ശേഷം നിലനിൽക്കുന്ന ഒന്ന് നിങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് ആചാര്യർ അതിനെ മായ എന്ന് വിളിക്കുകയും പിൽക്കാല ഇന്ത്യൻ തത്വശാസ്ത്രം പഠിച്ചവരൊക്കെ അതിനാവുന്ന മട്ടിൽ തെറ്റിദ്ധരിക്കുകയും പിന്നീട് ആ വഴിക്കുള്ള അന്വേഷണങ്ങളെല്ലാം കടുംമഷി പുലർന്ന് വേറെ മറ്റൊന്നായി തീരുകയും ചെയ്തതിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. ഗുഹ്യം ബ്രഹ്മതദിതം വോ ബ്രവീമി, ഞാൻ ബ്രഹ്മത്തിൻ്റെ തത്വം എന്താണെന്ന് നിനക്ക് പറഞ്ഞു തരാം. അടുത്ത ശ്ലോകാംശം അക്ഷരാർത്ഥത്തിൽ നമ്മെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത് എന്നാണ് വരി. മനുഷ്യനേക്കാൾ വലുതായി മറ്റൊന്നുമില്ല. കേസി നിരീക്ഷിക്കുന്നുണ്ട്. സ്വർഗം, നരകം, പാതാളം എന്നീ 3 പ്രതലങ്ങളിലേക്കും പടർന്നു കയറുന്ന ഈ വലിയ ആഖ്യാന സമ്പ്രദായത്തിനകത്ത് ദേവന്മാർ, മനുഷ്യന്മാർ, പിശാചുകൾ അല്ലെങ്കിൽ രാക്ഷസന്മാർ എന്ന ഈ 3 കഥാപാത്ര സഞ്ചയത്തിനകത്ത് 3 പേരുടെയും വ്യത്യസ്തങ്ങളായ പ്രവൃത്തികൾക്കകത്ത്, മാനസികാവസ്ഥകൾക്കകത്ത് മഹാഭാരതം ഒരു ഭാവനയ്ക്ക് സഞ്ചരിക്കാവുന്നതിൻ്റെ പരമാവധി ദൂരം സഞ്ചരിക്കുന്നു. മഹാഭാരതത്തിലെ ദുരന്ത സങ്കല്പത്തെക്കുറിച്ച് എഴുതുന്നിടത്ത് കേസി അങ്ങനെ ഒരു വാക്യം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. മഹാഭാരതം വരം, ശാപം, ശപഥം എന്നീ 3 അംശങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒന്നാണ്. തൃത്വം എന്ന് വിളിക്കാം. വാസ്തവത്തിൽ ഇത് 3 ഒന്ന് തന്നെയാണ്. വരം എന്നുള്ളതും ശാപം എന്നുള്ളതും ശപഥം എന്നുള്ളതും ഏറിയോ കുറഞ്ഞോ അതിൻ്റെ വിശദാംശത്തിൽ മാറ്റത്തോടു കൂടി നിലനിൽക്കുന്ന ഒന്നാണ്. ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ തീർച്ചയായും കാലപ്രവാഹത്തിനിടയിൽ പിൽക്കാലത്ത് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു നിർണായക ബിന്ദുവാണ് ഇത് 3.
വരമായാലും ശാപമായാലും ശപഥം ആയാലും അത് ആത്മനിഷ്ഠമാണോ പരൻ ചെയ്യേണ്ടതാണോ എന്നുള്ളതിലെ വ്യത്യാസമാണ്. മഹാഭാരതത്തിൽ ഈ ശാപം ഇടപെടുന്ന എങ്ങനെയാണ് മഹർഷിമാർ, നേരത്തെ കാരശ്ശേരി മാഷ് വിശദീകരിച്ചതുപോലെ ആത്മാവിൽ അങ്ങേയറ്റം ശാന്തരായിരിക്കേണ്ട, ശമം ഭാവിക്കേണ്ട, ന്യസിക്കുക എന്നുള്ള വാക്കിന് ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. സന്യാസി എന്ന് പറഞ്ഞാൽ സമ്യക്കായി ഉപേക്ഷിക്കുന്നവനാണ്, വേണ്ട വിധത്തിൽ ലോകത്തെ നിരസിക്കുന്നവൻ. അങ്ങനെയുള്ള ഒരാൾ, വേണ്ട വിധത്തിൽ ലോകത്തെ ന്യസിക്കുന്ന, ഉപേക്ഷിക്കുന്ന ഒരാൾ എങ്ങനെയാണ് കാമക്രോധങ്ങളുടെ ആഗമനത്തിന് സ്വയം വിഷയിയായിത്തീരുന്നത് എന്ന മൗലികമായൊരു ചോദ്യം കെ സി ഉന്നയിക്കുകയും നാം മഹാഭാരത വായനയ്ക്കിടയിൽ പലപ്പോഴും വിസ്മരിച്ചു പോയ മഹർഷിമാർ എന്ന ഈ കഥാപാത്ര സഞ്ചയം ഒരു യന്ത്രഭാഗത്തെ അത് നിന്നുപോകുന്നിടത്ത് നിന്ന് പുനരുദ്ഘാടനം ചെയ്യുന്ന ഒരു മെക്കാനിക്കിൻ്റെ സ്വഭാവത്തോടു കൂടി മഹാഭാരതത്തിൽ എവിടെവിടെ കഥാഗതി സ്വയമേവ നിന്നു പോകുന്നുവോ അവിടെവിടെ കഥാഗതിയെ സ്വന്തം തോളിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന, കഥാഗതിയെ സ്വയം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യസ്ഥരായ, ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്രമേയ സ്വഭാവമുള്ള കഥാപാത്ര സഞ്ചയങ്ങളാണ് മഹർഷിമാർ എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് കെ സിയുടെ ഈ പഠനം മുന്നോട്ട് പോകുന്നത്. ഒരിടത്ത് കെ സി എഴുതും മഹർഷിമാരില്ലെങ്കിൽ മഹാഭാരതമില്ല എന്നെഴുതും. അങ്ങനെ ഒരു മഹർഷിയായ ഒരച്ഛൻ തൻ്റെ മക്കളെക്കുറിച്ച് എഴുതിയ ഒരു കൃതിയാണ് മഹാഭാരതം എന്ന നിഗമനത്തിൽ നിന്ന് ഈ പുസ്തകം ആരംഭിക്കുന്നു. ആദ്യ അധ്യായത്തിൽ മഹാഭാരതത്തിൽ ഏതെങ്കിലും നായകൻ ഉണ്ടെങ്കിൽ അത് മഹർഷി എന്ന് പേരിട്ട് വിളിക്കാവുന്ന പൊതു കഥാപാത്ര സഞ്ചയത്തിൻ്റെ പ്രതിനിധിയായി പ്രത്യക്ഷപ്പെടുന്ന ആരെങ്കിലും ആയിരിക്കും എന്ന് നിഗമനത്തിലെത്തുന്ന കെ സി പിന്നീട് മഹാഭാരതത്തിൽ കണ്ടെത്തുന്ന നായകൻ ഒരു ദുരന്ത നായകൻ ധർമ്മപുത്രനാണ്. യുദ്ധം കഴിയുന്നതോടുകൂടി മഹാഭാരത കർത്താവിൻ്റെ ഫോക്കസ് ധർമ്മപുത്രരിലേക്ക് വന്നെത്തുന്നതും സുഖത്തിനും ദുഃഖത്തിനുമിടയിൽ, വാസ്തവത്തിൽ ആലോചിച്ചാൽ ഒരു സാധാരണ മനുഷ്യൻ്റെ എല്ലാ ധർമ്മസങ്കടങ്ങളോടും കൂടിയ ഒരു കഥാപാത്രം, തൻ്റെ ഒരു സമയത്തെ വീഴ്ച, പെരുമാറ്റത്തിലെ ഒരു കീറൽ, വാക്കിലെ ഒരു പിഴവ്, നോട്ടത്തിൻ്റെ ഒരു പിഴവ് തൻ്റെ പിൽക്കാല ജീവിതത്തെ മുഴുവൻ ദുരന്തത്തിലേക്ക് ആനയിക്കുന്നു എന്നാണ് പടിഞ്ഞാറൻ ദുരന്ത കാവ്യ സങ്കല്പം വെളിപ്പെടുത്തുന്നതെങ്കിൽ അതിനെ അതേപടി അനുസരിക്കുന്ന ഒരു ദുരന്ത നായക സങ്കല്പത്തിലേക്ക് ധർമ്മപുത്രർ വളർന്നത്. കാരശ്ശേരി മാഷ് നേരത്തെ പറഞ്ഞല്ലോ, കൗരവർ കൗരവരല്ല, പാണ്ഡവർ പാണ്ഡവരുമല്ല. ആ രാജ്യം അവർക്ക് അവകാശപ്പെട്ടതല്ല, എന്നാൽ ആ രാജ്യം അവർക്ക് അവകാശപ്പെട്ടതുമാണ്. എതിർപാഠ ചേരുവ എന്ന നിലയിൽ ഇങ്ങനെ ഓരോ കഥാപാത്രത്തിലും പ്രത്യക്ഷപ്പെടുന്ന അയാളും അയാളെ ഇല്ലാതാക്കുന്ന അയാളിൽ തന്നെയുള്ള വിമതത്വവും എടുത്തെഴുതിക്കൊണ്ടാണ് മഹാഭാരതത്തിനകത്തെ മുഴുവൻ കഥാപാത്രങ്ങളെയും കെ സി വിലയിരുത്തുന്നത്. അവിടെയൊക്കെ ആശ്രയിക്കുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയാണ്. 25 പേജുകൾ, 60 പേജുകൾ, 30 പേജുകൾ എന്നൊക്കെ കാണുമ്പോൾ അത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ മലയാള തർജ്ജമയിലെ പേജുകളാണ് എന്ന് നമ്മൾ ധരിക്കണം. മഹാഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ദൃശ്യതയുള്ളത് പാണ്ഡവർക്കാണ് എന്നും പാണ്ഡവരുടെ ചരിത്രം പറഞ്ഞു തുടങ്ങുന്ന ഈ കഥ വഴിയെ പതിയെ കഥാകൃത്ത് പോലും അറിയാതെ വായനക്കാരെ മുഴുവൻ പങ്കാളികളാക്കിക്കൊണ്ട് പാണ്ഡവ വിരുദ്ധമായ ഒരിടത്ത് ചെന്നെത്തുന്നു എന്ന്, അത് ധർമ്മത്തെ പിൻപറ്റുന്ന നമ്മുടെ വിമർശനങ്ങളുടെയും സങ്കല്പങ്ങളുടെയും ആകത്തുകയ്ക്ക് ചെന്നെത്താവുന്ന ഭാവനാദൂരത്തിൻ്റെ ചക്രവാളമാണ് എന്നും കെ സി എഴുതും. ധർമ്മം ബലം എന്ന് മഹാഭാരതം പലയിടത്തും രണ്ടായി പിരിയുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ചരിത്രവും, എല്ലാ രാഷ്ട്രതന്ത്രവും ധർമ്മം ബലം എന്ന് പലപ്പോഴും രണ്ടായി പിരിയും. മഹാഭാരതത്തിൽ ഇത് പലയിടത്തും, ദ്രൗപദി വാക്യത്തിലോ ഭീമവാക്യത്തിലോ അർജുനവാക്യത്തിലോ കൃഷ്ണവാക്യത്തിലോ ഒക്കെ പലയിടങ്ങളിൽ ധർമ്മമാണോ ബലമാണോ വലുത് എന്ന ചോദ്യമുണ്ട്. മഹാഭാരതം വായിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത് ധർമ്മമാണ് ആത്യന്തികമായ വിജയം നേടുന്നത് എന്നും ധർമ്മത്തിൻ്റെ വിജയത്തിലേക്ക് ആനയിക്കുന്ന കഥാഗതിയാണ് മഹാഭാരതത്തെ ഇന്ന് കാണുന്ന ഇതിഹാസമാക്കി മാറ്റിയത് എന്നുമാണെങ്കിൽ കെ സി എഴുതുന്നു, കെ സി
മഹാഭാരതത്തിലെ നിർണായക സന്ദർഭങ്ങളിലൂടെ പോയി പലപ്പോഴും പലയിടത്തും ബലം എങ്ങനെയാണ് ധർമ്മത്തെ അട്ടിമറിക്കുന്നത് എന്ന് കാണിച്ചു തരികയും ചെയ്തു. കൃഷ്ണൻ മഹാഭാരത യുദ്ധത്തിൽ ഇടപെട്ട എല്ലാ സന്ദർഭങ്ങളിലും ഒരിടത്ത് പോലും ധർമ്മമല്ല ബലമാണ് ജയിച്ചത്. ദ്രൗപദി എന്ന പാണ്ഡവ പത്നി പാണ്ഡവരെ മുഴുവൻ യുദ്ധോത്സുകരാക്കി മാറ്റുന്ന എല്ലായിടത്തും അവൾ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ബലം എന്ന പൗരുഷേയമായ ഒരു മനുഷ്യന് ആർജിക്കാൻ ഒരു ഒരു ക്ഷത്രിയന് ആർജിക്കാൻ കഴിയുന്ന കഴിവിൻ്റെ പരമകാഷ്ഠയാണ്. ഈ ഒരു സംഘർഷം, ധർമ്മവും ബലവും തമ്മിലുള്ള സംഘർഷം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘർഷം, ഇതിനെ കഥയിലെ ഡയലക്റ്റിക്സ് എന്ന് വിളിച്ചുകൊണ്ട് യുധിഷ്ഠിരന്റെ പൈതൃക നിരാസത്തെയും യുധിഷ്ഠിരൻ ഒരു രാജ്യത്തിന്റെ അവകാശിയായി തീർന്നിട്ടുകൂടി രാജ്യം ഖാണ്ഡവപ്രസ്ഥം എന്ന രാജ്യം നൽകുന്നു, ദ്രൗപദി എന്ന ഭാര്യയെ ലഭിക്കുന്നു, സ്ത്രീയും മണ്ണും പെണ്ണും കൈവശമായിട്ടുകൂടി എങ്ങനെ ഇത് രണ്ടും കൈവിട്ടുപോയി എന്ന ചോദ്യത്തിൽ നിന്ന് KC മുന്നോട്ട് പോവുകയും മഹാഭാരതത്തിന്റെ ആഖ്യാന ഘടനയെ ഉടനീളം ചൂത് എന്നൊരു സങ്കല്പവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യും. ശ്ലഹം എന്ന സംസ്കൃത പദം, മഹാഭാരതത്തിൽ സന്നിഹിതമായ ശ്ലഹം എന്ന സംസ്കൃത പദം ഉപയോഗിച്ചുകൊണ്ട് മഹാഭാരതത്തിൻ്റെ ആത്യന്തിക ഘടന തന്നെ ചൂതിൻ്റെതാണ് എന്നും കഥാപാത്രങ്ങളെല്ലാം ചൂതുകളിക്കാരാണ് എന്നും മഹാഭാരതം തന്നെയും ഒരു ചൂതുകളിയാണ് എന്നും മഹാഭാരതവും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും മഹാഭാരതം എഴുതിയയാളും മഹാഭാരതം വായിക്കുന്നയാളും ഇതെല്ലാം ചേർന്നുണ്ടാകുന്ന ഒരു വലിയ ഗണവും അതിൻ്റെ ഉപഗണങ്ങളും എല്ലാം ചൂതാണ് എന്നും അങ്ങനെ മഹാഭാരതത്തെ ഉടനീളം ചൂത് എന്ന ഒരൊറ്റ ഇമേജറിയിൽ ഒതുക്കി വായിക്കാനാവുമെന്നും ഈ പുസ്തകത്തിൻ്റെ ഒരിടത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്. മറ്റൊരിടത്ത് മഹാഭാരതത്തിൻ്റെ ഇതേ ചൂതുകളി എന്ന ഇതേ പ്രമേയം നള ദമയന്തി കഥയിൽ എങ്ങനെ അഭിവ്യഞ്ജിക്കുന്നു എന്നും മഹാഭാരതത്തെ ഒരു ചിമിഴിൽ ഒതുക്കിയാൽ, അതിനെ ഏറ്റവും മൈക്രോചിപ്പിലേക്ക് മാറ്റിയാൽ മഹാഭാരതത്തിൻ്റെ മുഴുവൻ സ്വഭാവവും നള ദമയന്തി കഥയിൽ നമുക്ക് കാണാൻ കഴിയുമെന്നും അദ്ദേഹം എഴുതുന്നു. ഞാൻ ഈ പുസ്തകത്തിൻ്റെ ഒരു വലിയൊരു ഗുണമായി കണ്ടത് ഈ പുസ്തകം എഴുതിയത് അതിൻ്റെ ഗ്രന്ഥകർത്താവാണ് എന്നതാണ്. മലയാളത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന അങ്ങനെയല്ല. ലോകത്തിലുള്ള മറ്റ് പലരും ചേർന്നാണ് ഒരു പുസ്തകം പൂർത്തിയാക്കുന്നത്. അതിൽ ഗ്രന്ഥകർത്താവിന് ഇതിനെല്ലാം കൂട്ടിച്ചേർക്കുന്ന റോള് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ ചിന്തിച്ചതും എഴുതിയതും വായിച്ചതും ഒരാളാണ്. അഥവാ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ഉപയോഗിച്ചു എന്ന് പറയുന്ന ബുദ്ധിജീവി എന്ന പദം മഹാഭാരത വായനയിൽ താൻ ചെയ്ത ഉദ്യമത്തിൻ്റെ സാക്ഷി, കർമ്മം, കർത്താവ് ഒക്കെ താനാണ് എന്ന് വരുത്തുന്ന വിധത്തിൽ ലോകത്ത് പലയിടത്തും നടന്ന മഹാഭാരത വായനകളെ തൻ്റെ മുന്നോട്ടുള്ള പോക്കിൻ്റെ ഉത്തോലകം മാത്രമായി ഉപയോഗിക്കുകയും ഗവേഷണ രീതിയ അതിനെ പരിശോധിക്കുകയും അതിനെ നിലനിർത്തുകയോ തള്ളുകയോ വേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന മട്ടിൽ ഒരു എഴുത്തുകാരൻ, ഞാൻ മൗലികം എന്നുള്ളൊരു പദം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, അയാളുടെ മൗലികമായ ചിന്തയുടെ ഫലമായി മഹാഭാരതത്തെ വായിച്ചതിൻ്റെ ഒരു രസം ഈ പുസ്തകത്തിനുണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ KC നിഷേധിച്ചു. പക്ഷേ ഞാൻ മറിച്ച് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിചാരിക്കുന്നത് അല്ല എന്ന് KC പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിന് KCക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. കർത്താവ് നിരസിച്ച വാക്യം പറയുന്ന ആളിലേക്ക് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് ഞാനതിൻ്റെ ഉത്തരവാദിയായി തീരാം. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം ഇതൊരു നോവലായി എഴുതാൻ ആഗ്രഹിച്ചു എന്നാണ്. അഥവാ ഈ പഠന ഗ്രന്ഥത്തിൽ, മാരാരുടെ പഠന ഗ്രന്ഥത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അതിനെ നിങ്ങൾക്കൊരു നോവലായും വായിക്കാം എന്നുള്ളതാണ്. ഫിക്ഷൻ്റെ എല്ലാ രചനാതന്ത്രങ്ങളും പലയിടത്തും ഒരു ആഴമേറിയ ഒരു നോവലിൻ്റെ അന്തർസംഘർഷത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ഇതിഹാസത്തിൽ നിന്ന് കയ്യേൽക്കുന്ന കഥാപാത്രങ്ങളെ ഫിക്ഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, അതേ മട്ടിൽ ഈ എഴുത്തുകാരൻ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടുന്നത് കാണാം. ചൂത് എന്ന
മഹാഭാരതത്തിലെ കേന്ദ്ര പ്രമേയത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദ്രൗപദി അവതരിപ്പിച്ചുകൊണ്ട് മഹാഭാരതത്തിലെ നാഥവതി അനാഥവത എന്ന ഉദീരണം എന്ന ശ്ലോകാംശം എടുത്തെഴുതിക്കൊണ്ട് സനാഥ എന്നാലും അനാഥ മട്ടിൽ, ഇതാണ് ഈ നാഥത്വം. ആരാണ് ഇതിൻ്റെ ഉടമ? ആരാണ് ആദ്യം ദാസനായത്? ദാസനായ ഒരാൾക്ക് സ്വയമേവ ദാസനായ ഒരാൾക്ക് അയാളുടെ ബന്ധു ജനങ്ങളെ പണയം വയ്ക്കാനുള്ള അവകാശമുണ്ട് തുടങ്ങി അന്ന് തന്നെ കൗരവ സദസ്സിൽ തന്നെ ചർച്ച ചെയ്യുകയും ഉത്തരം കാണാതിരിക്കുകയും ചെയ്ത ധർമ്മത്തെ സംബന്ധിക്കുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന ചോദ്യങ്ങൾ പിൽക്കാലത്ത് മലയാളത്തിലെ ബുദ്ധിജീവിയായ ഒരു എഴുത്തുകാരൻ വായിക്കുമ്പോഴും അതേപടി ഉത്തരമില്ലാതെ നിൽക്കുന്നു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ വലിയൊരു പ്രത്യേകത. ഈ പുസ്തകത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. മൂന്നാമത്തെ ഭാഗം താൻ എത്തിച്ചേർന്ന നിഗമനങ്ങളെ ലോകത്തിലെ വിവിധ മഹാഭാരത പഠിതാക്കളുടെ നിഗമനങ്ങളുമായി തട്ടിച്ചു നോക്കുകയും താനാണോ അവരാണോ മഹാഭാരതവുമായി അടുത്ത് നിൽക്കുന്നത് എന്ന് വിനയപൂർവ്വം അന്വേഷിക്കുകയും ചെയ്യുന്നൊരു ഭാഗമാണ്. അതിന് ഒന്നാമത്തെ ഭാഗം മഹാഭാരതത്തിലെ നായകനായി ധർമ്മപുത്രനെ നിശ്ചയിക്കുകയും ആ ധർമ്മപുത്രർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മഹാഭാരതം എഴുതപ്പെട്ട മഹാഭാരതത്തിൽ ഇടപെട്ട രണ്ടാമത്തെ കാലം ബൗദ്ധ ജൈന ചാർവാക കാലം നിർമ്മിച്ച അശോകവർദ്ധനൻ എന്ന പിൻകാലത്ത് അശോകൻ എന്നറിയപ്പെട്ട അശോകവർദ്ധനൻ എന്ന മഹാരാജാവിൻ്റെ ബിംബസ്വരൂപം ധർമ്മപുത്രരിലുണ്ട് എന്ന് വാദിച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ്. പുസ്തകത്തിൻ്റെ 2ാം ഭാഗം കൃഷ്ണനെ കുറിച്ചാണ്. വാസുദേവൻ ആയി തീർന്നിട്ടില്ലാത്ത ഇരവധി കർവേ പറയുന്നുണ്ട് കൃഷ്ണൻ്റെ ഏറ്റവും വലിയ മോഹം വാസുദേവനാവുക എന്നുള്ളതായിരുന്നു. ആയില്ല. അതുകൊണ്ട് വാസുദേവനാകാൻ ആഗ്രഹിച്ച രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചുകൊണ്ടാണ് കൃഷ്ണൻ വാസുദേവനാകാനുള്ള പുറപ്പാടിലേക്ക് വരുന്നത്. ഭാഗവതം വരുന്നതോടുകൂടി 11ാം നൂറ്റാണ്ടിൽ വരുന്നതോടുകൂടി കൃഷ്ണൻ വാസുദേവനായി തീർന്നു. ഞങ്ങൾക്ക് രാമനുണ്ട്, നിങ്ങൾക്ക് എന്തുണ്ട് എന്ന വൈഷ്ണവരിലെ ഒരു സെക്റ്റിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മൂർധന്യം. ഭക്തി എന്ന് പറഞ്ഞാൽ പൂജ്യേഷ് അനുരാഗോ ഭക്തി എന്നാണ്. പൂജിക്കുന്ന ആളിലുള്ള സ്നേഹമാണ്. പൂജിക്കുന്ന ആളെ പേടിക്കാം, പൂജിക്കുന്ന ആളെ സ്നേഹിക്കാം. നിങ്ങൾക്ക് ദൈവത്തോട് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് അനുരാഗമുണ്ടെങ്കിൽ പൂജ്യേഷ് അനുരാഗോ ഭക്തി. പൂജിക്കുന്ന ആളോട് അനുരാഗമുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഭക്തി എന്നാണ്. അതുകൊണ്ട് ആണ്ടാളിൻ്റെ ദൈവത്തെ പ്രേമിച്ചു, മാണിക്യവാചകരുടെ ദൈവത്തെ പ്രേമിച്ചു, അക്കാമഹാദേവിയുടെ ദൈവത്തെ പ്രേമിച്ചു, മീരയുടെ ദൈവത്തെ പ്രേമിച്ചു. നമുക്ക് അനുരാഗം കൊടുക്കാവുന്ന, പ്രേമിക്കാവുന്ന ഒന്നാണ് ദൈവം എന്ന് വരും. ഇന്ത്യയിൽ അങ്ങനെ ഏറ്റവും ആദ്യമായി ബഹുജനങ്ങളാൽ പ്രേമിക്കപ്പെട്ട ആദ്യത്തെ പേഴ്സണൽ ഗോഡ് കൃഷ്ണനാണ്. കൃഷ്ണനെ നിങ്ങൾക്ക് എന്തായിട്ടും കാണാം. കള്ളനായിട്ടും തെണ്ടിയായിട്ടും തെമ്മാടിയായിട്ടും വ്യഭിചാരിയായിട്ടും പാട്ടുകാരനായിട്ടും ആട്ടക്കാരനായിട്ടും അല്ലേ, ഗാന്ധാരി ശപിക്കുന്നത് പോലും ഇത്രയും വൃത്തികെട്ട ഒരാളില്ല എന്ന് എന്തുവാ കൃഷ്ണൻ നോ പ്രോബ്ലം. അത് ഒരു പഴയ യാദവ സങ്കല്പത്തിൽ അതങ്ങനെ അവിടുത്തെ ഏതോ ഒരു മരത്തിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് ദീർഘമായി മുരളി യൂതി പിൽക്കാലത്ത് ഉണരാൻ വെമ്പുന്ന ഭക്തഹൃദയങ്ങളെ മുഴുവൻ അതിലേക്ക് ആവാഹിക്കും. ഭാഗവതം വരുന്നതോടുകൂടി മഹാഭാരതത്തിലെ കൃഷ്ണസങ്കല്പം മാറിപ്പോയി. മഹാഭാരതത്തിലെ നായകനല്ലാത്ത, വാസുദേവനായി തീർന്നിട്ടില്ലാത്ത, വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരം ആയിട്ടില്ലാത്ത കൃഷ്ണനെ പിന്നീട് ഭാഗവതം ഇന്ത്യൻ സൈക്കിന് മുമ്പിൽ വിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായി, ഏറ്റവും ആദ്യത്തെ പേഴ്സണൽ ഗോഡായി നമുക്ക് ഏതർത്ഥത്തിലും സമീപിക്കാവുന്ന അച്ഛനായോ മകനായോ കാമുകനായോ ഭർത്താവായോ എങ്ങനെ വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരു ദൈവസങ്കല്പമായി കൃഷ്ണനെ ഭാഗവതം മാറ്റി. ആ ഇടം വരെ കേസി സഞ്ചരിക്കുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുണ്ടായ മഹാഭാരത ആഖ്യാനങ്ങളെ ആഴത്തിൽ അന്വേഷിക്കുന്നു. എങ്ങനെയാണ് മഹാഭാരതം, വാസ്തവത്തിൽ മഹാഭാരതം കേസി പറയുന്നതനുസരിച്ച്, എനിക്കത് എത്രമാത്രം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ, കേസി പറയുന്നതനുസരിച്ച് അമംഗളകാരിയായ വായനാഫലം പ്രദാനം ചെയ്യുന്ന ഒരു കൃതിയായി പോലും പലയിടങ്ങളിൽ വിലയിരുത്തപ്പെട്ടിരുന്നു എന്നാണ്. മഹാഭാരതം വായിച്ചാൽ കുടുംബത്തിൽ ഛിദ്രം ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്ന് അദ്ദേഹം എഴുതുന്നു. ശരിയായിരിക്കാം. അങ്ങനെ ഒരേ സമയം മംഗളകാരിയും അമംഗളകാരിയും ആയി തീരുക എന്ന ആ കൃതിയുടെ വിധി തന്നെ അതിലെ കഥാപാത്രങ്ങളുടെ വിധിയായും തീർന്നു. 36 വർഷം നാടുവാണ ധർമ്മപുത്രർ, 36 വർഷം നാടുവാണ അശോകൻ തന്നെയാണ്
എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ഭാഗം, മഹാഭാരതത്തിലെ ആരാണ് നായകൻ എന്ന ഭാഗം അവസാനിക്കുന്നത്. ആ നായക സങ്കല്പത്തിലേക്ക് എത്തിച്ചേർന്ന കൃഷ്ണൻ ഇന്നത്തെ കൃഷ്ണനല്ല, മഹാഭാരതത്തിലെ കൃഷ്ണൻ എങ്ങനെയാണ് തന്ത്രശാലിയായ ഒരു സാരഥിയായി ഈ കഥയെ തന്നെ, കഥയുടെ തേരിനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും അദ്ദേഹം അന്വേഷിക്കുന്നു. ഈ പുസ്തകം ഫിക്ഷന്റെ രചനാതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയ ഒരു പഠന ഗ്രന്ഥമാണ്. ഗവേഷണ സ്വഭാവം പുലർത്തുന്ന ഒരു പഠന ഗ്രന്ഥമാണ് ഇത്. മലയാളിയായ ഒരു എഴുത്തുകാരൻ അയാളുടെ സ്വകീയമായ വായനയുടെ ഫലമായി സ്വയം സങ്കല്പിക്കുകയും സ്വയം ആവിഷ്കരിക്കുകയും ചെയ്ത ഒന്നാണ്. ഇതിൽ നിന്ന്, ഈ പൂർണ്ണത്തിൽ നിന്ന് അദ്ദേഹം ഉപാദാനമായി സ്വീകരിച്ച മറ്റ് എഴുത്തുകാരുടെ പൂർണ്ണങ്ങളെല്ലാം ഉപേക്ഷിച്ചാലും ഈ പൂർണ്ണം നിലനിൽക്കും എന്നതാണ് ഈ കൃതിയുടെ ഒരു ഗുണം. മറ്റു ചില കൃതികളുടെ ഒരു പ്രശ്നം, ഉപാദാനമായി സ്വീകരിച്ച, തെളിവായി സ്വീകരിച്ച, മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ചാലകശക്തിയായി സ്വീകരിച്ച ഉദ്ധരണികളും ഉദീരണങ്ങളും മുഴുവൻ നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ പുസ്തകം അങ്ങനെയല്ല. ഈ പുസ്തകം സ്വയമേവ ഈ പുസ്തകമായി തന്നെ നിൽക്കുന്നു. അഥവാ ഒരു മലയാളി ബുദ്ധിജീവി മഹാഭാരതത്തെ ആഴത്തിൽ വായിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇത്. അതുകൊണ്ട് ഈ പുസ്തകം ഇനിയും ആഴത്തിൽ വായിക്കപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു.